ഗുഡ് മോർണിംഗ്. PSC ആസ്പിരൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മളെ 10th പ്രിലിം നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു സാധാരണയായിട്ട് റെഗുലറായിട്ട് നമ്മൾ ചെയ്യും കോഴ്സ് രീതിയിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വേറെ ഒന്ന് രണ്ട് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം അത് നമ്മൾ യൂട്യൂബിലേക്ക് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഡേ 1 ആണ് ഇന്ന്. ഡേ 1 നിങ്ങൾ പഠിക്കേണ്ടത് കാസർഗോഡ് ജില്ലയെക്കുറിച്ചും കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട എക്സാം നമ്മൾ നാളെ ആയിരിക്കും നടത്തുക. ഡേ 1 കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ലയാണ് പഠിക്കേണ്ടത്. ഇനി ഈ 10th പ്രിലിമിന്റെ ഒരു സിലബസ് നോക്കിയാൽ നമുക്കറിയാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച കുറച്ച് ടോപ്പിക്സ് മാത്രമേ അതിലുള്ളൂ. എന്നാൽ ചില ടോപ്പിക് വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മൾ നോക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് എങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ആദ്യം ലഭിക്കണം. അതിനാണ് നമ്മൾ ഇതിനു മുൻപ് അതിൻ്റെ സിലബസ് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം. മാത്സ് ആയാലും മെൻ്റൽ എബിലിറ്റി ആയാലും അതിലെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഒക്കെ എന്താണ് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പഠിച്ചെടുക്കാൻ പറ്റും. പരീക്ഷ നന്നായിട്ട് എഴുതി നമുക്ക് എന്ത് ചെയ്യുക ഈ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സാവാനും സാധിക്കും. അപ്പം അവിടെ നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഒരു 21 ലക്ഷത്തോളം ആളുകൾ മത്സരിക്കുന്ന പരീക്ഷയാണ്. അപ്പം അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ സ്ക്രീൻ ചെയ്തിട്ട് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ടാണ് മെയിൻ എക്സാം എഴുതാൻ അവരെ അനുവദിക്കുള്ളൂ. അപ്പം അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് പഠിക്കണം. ഒരു മെയിൻ എക്സാം നമ്മളെ മുന്നിലുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ചിലത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതിയാവും. ഇനി ഈ കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. കണ്ണൂർ ജില്ലയെക്കുറിച്ചും ചോദിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങളിൽ പല ആളുകളും അത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കാരണം അതിനെ LP UPക്കും അല്ലെ മറ്റു പരീക്ഷകൾക്ക് വേണ്ടി പലരും എല്ലാ ജില്ലകളും പഠിച്ചു കഴിഞ്ഞതാണ്. എനിവേ നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് പുതുക്കിയെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഓർത്തെടുക്കാൻ വേണ്ടി, കൂടാതെ പഠിക്കാത്ത ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഡേ 1 കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയാണ് പഠിക്കേണ്ടത്. ഇപ്പം കാസർഗോഡ് ഒക്കെയുള്ള സുരംഗ കിണറുകളെ കുറിച്ചൊക്കെ എന്താണ് SCERT പാഠപുസ്തകത്ത് ചോദിക്കാറുണ്ട് അല്ലെ? കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ചിത്രങ്ങളടക്കം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം SCERT ബേസും കൂടി ചേർത്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ കണ്ടന്റ് ഒക്കെ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഈ കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയും നിങ്ങൾ എവിടുന്ന് പഠിക്കുന്നതാണ് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുക. അപ്പം പഠിക്കാൻ ആവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയും പഠിക്കാൻ ആവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് കൃത്യമായിട്ടിരുന്ന് അതിലുള്ള കാര്യങ്ങൾ ഏറ്റവും മിനിമം പഠിച്ചു വെക്കുക. നിങ്ങൾ അതിലും കൂടുതൽ കാര്യങ്ങളും ഇപ്പോൾ കാസർഗോഡ് കണ്ണൂരുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളും പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എന്നാൽ ഈ കാസർഗോഡ് കണ്ണൂരുമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പണ്ടേ PSC ചോദിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള GK നമുക്ക് കിട്ടണമെങ്കിൽ എന്തായാലും ജില്ലയെക്കുറിച്ച് മൊത്തം പഠിക്കണം അല്ലേ? ഏറ്റവും കൂടുതൽ നദികളൊക്കെ ഉള്ള നാടാണ് കാസർഗോഡ് നമുക്കറിയാം അല്ലേ? ഈ കണ്ണൂരിനെ കുറിച്ചും കാസർഗോഡിനെ കുറിച്ചൊക്കെ പഠിച്ച് റെഡിയായി നിൽക്കുക. നാളെ നമ്മൾ ഇതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തും. ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് 1 നാളെ ആയിരിക്കും നമ്മൾ നടത്തുക. അപ്പോൾ ഈ കണ്ണൂരും കാസർഗോഡും ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് എന്ത് ചെയ്യുക പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.